ഷിരൂരിലേക്ക് ഒരു ട്രഡ്ജിങ് യന്ത്രം തൃശ്ശൂരിൽ നിന്ന് പോകുന്നു എന്നത്. യഥാർത്ഥത്തിൽ ഈ രക്ഷാദൗത്യത്തിനുള്ള ഈ യന്ത്രം തൃശ്ശൂരിൽ സജ്ജമായി കഴിഞ്ഞുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ യന്ത്രം ഷിരൂരിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല. ഗംഗാവലി പുഴയിലെ ഒഴുക്കിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് അനുമതി വൈകാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ് സജി ഈ യന്ത്രത്തിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ എപ്പോഴാണ് അല്ലെങ്കിൽ ആരുടെ മനസ്സിലാണ് ഇങ്ങനെ ഒരു ആശയം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനൊരു ട്രഡ്ജിങ് മെഷീൻ കൊണ്ടുപോകുക എന്നുള്ള ഐഡിയ ഉദിച്ചത്? തൃശ്ശൂരിലുള്ള ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഡ്രഡ്ജിംഗ് യന്ത്രം അത് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയെടുത്തു ചർച്ചയായിരുന്നു. അതാണ് ഇത്തരമൊരു ആശയം ഗംഗാവാലി പുഴയിൽ ഈ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന് അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന ഒരു നിഗമനത്തിലേക്ക് ഭരണകൂടമടക്കം ഇന്നലെ ഇതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. തൃശൂർ ജില്ലാ കളക്ടർ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഇവിടെ നേരിട്ടെത്തി പരിശോധനകൾ നടത്തി. ഇപ്പോൾ നമ്മുടെ എസ് ശ്രീകാന്ത് സൂചിപ്പിച്ചിടത്തു നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് അവിടെ നിന്ന് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഇവിടെ നിന്നൊരു ടെക്നിക്കൽ കമ്മിറ്റി പോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ഒരു നിർദ്ദേശം ഇവിടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ കാർഷിക ഗവേഷണ കേന്ദ്രവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന് 5 ഓപ്പറേറ്റർമാരാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യന്ത്രത്തിന് 5 ഓപ്പറേറ്റർമാരാണുള്ളത്. അവർ നിലവിൽ മണ്ണുത്തിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലുണ്ട്. അവരോട് ഏതെങ്കിലും തരത്തിൽ കർണാടകയിലേക്ക് എത്തണമെന്നോ ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് പരിശോധിക്കണമെന്നോ ഒരു തരത്തിലും ഔദ്യോഗികമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴും ഈ യന്ത്രം കർണാടകയിലേക്ക് എത്തിക്കുന്നതിൽ ഒരു അവ്യക്തത തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും വൈകൽ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി. തൃശൂരിന്റെ കോൾപ്പാടമാണ്. ഇവിടെ എത്തി പരിശോധനകൾ നടത്തി ഈ യന്ത്രം കൊണ്ടുപോകുന്നതിനുള്ള വാഹനമടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ടോറസ് ലോറിയിൽ ഈ വാഹനം കർണാടകയിലേക്ക് എത്തിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ട പ്രതികൾ, അതായത് 5 പേരാണ് ഇതിന്റെ ഓപ്പറേറ്റർമാർ, അവരെയും കൂടി ഈ വാഹനത്തിന്റെ ഒപ്പം അയക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ഇന്നലെ പൂർത്തിയായി. ഇവരെ മണ്ണൂത്തിയിൽ തന്നെ ഇന്നലെ പാർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഇതിൽ അനുമതി വൈകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ യന്ത്രം കോഴിക്കോട് മറൈൻ ഇൻഡസ്ട്രീസിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു തയ്യാറാക്കിയതായിരുന്നു. ഇത് ഉപരിതലത്തിൽ സഞ്ചരിച്ചുകൊണ്ട്, അതായത് ഇതിന് വലിപ്പം കുറവാണ്, മറ്റ് ഡ്രഡ്ജിംഗ് യന്ത്രങ്ങളെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ്. ജലോപരിതലത്തിൽ നിന്നുകൊണ്ട് ഈ യന്ത്രത്തിന് ജലോപരിതലത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇത് പലയിടങ്ങളിൽ പരിശോധിച്ചു. 2 മാസമായി തൃശ്ശൂരിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കനാലിൽ ഈ പരിശോധന നടത്തി വരികയാണ്. അതായത് ഇതിന്റെ ഒരു ട്രയൽ റൺ എന്ന നിലയിൽ 2 മാസത്തിലധികമായി ഇവിടെ ഇതിന്റെ ട്രയൽ റൺ നടക്കുന്നു. അതെല്ലാം വിജയമാണ് എന്നുള്ളതാണ് പറയുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ എത്തിയാണ് ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൃശ്ശൂരിലെ എൽത്തുരുത്ത് കനാലിലാണ് ഈ ഡ്രഡ്ജിംഗ് യന്ത്രം കിടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇത് കർണാടകയിലേക്ക് മാറ്റുന്നതിൽ ഒരു അവസ്ഥ തുടരുന്നു. അത് കർണാടക ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച്, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർക്ക് ഈ യന്ത്രത്തെ ഗംഗാവാലി പുഴയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്നതിൽ ഒരു ആശങ്കയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുണ്ട്. ആ കുത്തൊഴുക്കിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ആ കുത്തൊഴുക്കിനെതിരെ നിൽക്കാൻ ഈ യന്ത്രത്തിന് കഴിയുമോ എന്നതിൽ അവർക്കൊരു ആശങ്കയുണ്ട്. അത് ദൂരീകരിക്കപ്പെടുകയാണെങ്കിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരിക മാത്രമാണെങ്കിലായിരിക്കും യന്ത്രം കൊണ്ടുപോകുക. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച്, ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവർ സജ്ജമാണ്. ഇപ്പോഴും കാർഷിക ഗവേഷണ കേന്ദ്രം പറയുന്നത് വലിയ രീതിയിൽ ഈ യന്ത്രം അവിടെ ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ ഉപകാരപ്രദമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് കാർഷിക ഗവേഷണ കേന്ദ്രം ഉള്ളത്. ഓക്കെ, തൃശ്ശൂരിലെ എൽത്തുരുത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് സൂരജ് സജിയാണ്.